മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ജംഗ്ഷൻ ലൈറ്റ് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു LED നമുക്ക് വെക്കാം, ജംഗ്ഷൻ ബോക്സുകളിൽ നമുക്ക് വെക്കാവുന്നതാണ്. പഴയ മോഡൽ ജംഗ്ഷൻ വരുന്ന എല്ലാത്തിനും നമുക്ക് അസംബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇപ്പോൾ ഇത്. 1.5 ഇഞ്ചിൻ്റെ ആണ് ഇത് വരുന്നത്. അപ്പം ഈ ഒറ്റ ഒരു ലൈറ്റ് ആണെങ്കിൽ നമുക്ക് ആ പഴയ ഡിസൈനൊക്കെ മാറ്റിയിട്ട് നമുക്ക് പഴയ സീലിംഗ് റോസൊക്കെ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നമുക്ക് ആ സീലിംഗ് റോസൊക്കെ മാറ്റിയിട്ട് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഉണ്ടല്ലേ, ഈ ഒരു രീതിയിലാണ് അതിൻ്റെ പുറകിലെ ക്ലിപ്പ് വരുന്നത്. ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഓക്കെ, 3 വാട്ട്സാണ് ഇതിൻ്റെ വാട്ട്സ് വരുന്നത്. അപ്പം ഇത്രയും തിക്നെസ്സാണ് വരുന്നത്. അപ്പം നമുക്ക് പഴയ ജംഗ്ഷനിൽ കറക്റ്റായിട്ട് നമുക്കിതിൽ സൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, 2 വയറാണ് വരുന്നത്. ന്യൂട്രലും ഫേസുമായിട്ട് 2 വയറുകളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി പഴയ ആ സീലിംഗ് റോസ് നമുക്ക് അയച്ചെടുക്കാം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഈ സീലിങ്ങിലാണ് നമ്മളിപ്പോൾ ഈ LED വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പഴയ ഈ സീലിംഗ് റോസ് നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, നമ്മൾ റിമൂവ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഈ സീലിംഗ് റോസ് അല്ലെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹോൾഡറാണ് വെക്കുന്നത്. അതിൽ പിന്നെ നമ്മൾ ബൾബ് ഇടുന്ന ഒരു രീതിയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മൾ ഇല്ലെങ്കിൽ ഇതിൽ ഹോൾഡ് ചെയ്തിടും. പെൻഡൻറ്റ് ഹോൾഡർ നമ്മൾ പെൻഡൻറ്റ് ഹോൾഡറാണ് നമ്മൾ സാധാരണ ഇതിൽ ലൈറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈറ്റ് വാങ്ങി LED ലൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിരിക്കും, കാണാൻ നല്ല വൃത്തിയായിരിക്കും. ഇപ്പോൾ നമ്മൾ പഴയ ഇത് നമ്മൾ ഒഴിവാക്കുകയാണ്. ഇത് ഒഴിവാക്കി കണക്ഷനൊക്കെ നമ്മൾ ഒഴിവാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കണക്ഷനൊക്കെ ഒഴിവാക്കി. ഇതിലിപ്പോൾ ഗ്രീനായിട്ട് കാണുന്നത് എർത്ത് വയറാണ്, അത് നമുക്ക് ആവശ്യമില്ല. അത് മടക്കി അതിൻ്റെ അകത്തേക്ക് തന്നെ വെക്കുക. അപ്പം ഉണ്ടോ, മടക്കി അതിൻ്റെ അകത്തേക്ക് വെക്കുക. ബാക്കി ന്യൂട്രലും ഫേസും മാത്രം മതി നമുക്ക്. അപ്പോൾ നമ്മുടെ LED ലൈറ്റിലേക്ക് നമുക്ക് ആ വയർ ചെറുതായിട്ട് നമ്മൾ ഒന്ന് കുറച്ച് സ്ട്രിപ്പ് ചെയ്ത് വിടുക. എന്നിട്ട് ജോയിൻ്റ് അടിക്കുക. അതിൽ ഇൻസുലേഷൻ ടേപ്പ് അടിക്കുക. ഇൻസുലേഷൻ ടേപ്പ് അടിച്ചിട്ട് നമുക്ക് എന്നിട്ട് ഇതിൽ നമുക്ക് ഇൻസുലേഷൻ ടേപ്പ് അടിക്കുക. ഷോർട്ടാകാത്ത രീതിയിൽ നല്ലപോലെ ഇൻസുലേഷൻ ടേപ്പ് അടിക്കുക. അപ്പോൾ നമ്മുടെ പഴയ വീടിൻ്റെ ഇങ്ങനെ വരുന്നിടത്തൊക്കെ നമുക്ക് ഈ സീലിങ്ങിൽ വരുന്ന ലൈറ്റുകൾ ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ പുതിയ മോഡലാക്കി നമുക്ക് വെക്കാം. അത് പല കളറിൽ അവൈലബിളാണ്. വാം ലൈറ്റ് ഉണ്ട്, കളർ കത്തുന്ന വേറെ ഉണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വൈഡാക്കിയിട്ട് ക്ലിപ്പ് ഒന്ന് വൈഡാക്കിയിട്ട് ജസ്റ്റ് അങ്ങ് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അവിടെ ലോക്കാവുന്നതാണ്. ക്ലിപ്പ് ടൈറ്റാണോ എന്ന് നോക്കിയിട്ട് നമ്മളത് ലോക്കാക്കാവുള്ളൂ. ഓക്കെ, ഈ ഒരു രീതിയിൽ ആയിട്ട് നമുക്ക് ജസ്റ്റ് അങ്ങ് പുഷ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം നല്ല വൃത്തിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.